ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഷെയ്ക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബനാന ആപ്പിൾ ഷെയ്ക്കിൻ്റെ. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം മറ്റൊരു ഷെയ്ക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ്. കാരണം ഇപ്പം നാട്ടിൽ വലിയ ചൂടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കി കുടിക്കാമല്ലോ. അപ്പം അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത്, നിങ്ങൾ പാസ്ചറൈസ് മിൽക്കാണെങ്കിൽ പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല കോൾഡാണ്, ഇത് നല്ലപോലെ കൂൾ ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നത് പാല. നിങ്ങളെ വീട്ടിൽ സാധാരണ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന, വീട്ടുകളിൽ നിന്ന് മേടിക്കുന്ന പാലാണെങ്കിൽ അത് നിങ്ങൾ തിളപ്പിക്കണം കേട്ടോ. അതാണ്ടേ ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലിനകത്തിൽ ഇതടിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പാൽ ഞാൻ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് 1 ഗ്ലാസ് പാൽ ഇതാണ്ട് ഈ മിക്സിയിലോട്ട് ഒഴിച്ച്, ഇനി നാണ്ട ഇതിലേക്ക് ഇടുന്നത് ഒരു ആപ്പിള് വേണ്ട, ഒരു പേരയ്ക്ക, ഒരു മാങ്ങ, പഴുത്ത മാങ്ങ, പിന്നെ അതാണ്ട് ഇത്രയും കറുത്ത ഗ്രേപ്സാണ് കേട്ടോ. എന്നുവെച്ചാൽ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, കറുത്ത ഉണക്കമുന്തിരി, ഇതാണ് കുതിർത്തതാണ് കേട്ടോ. ഇതിന് കുരുവൊന്നും ഉള്ളതല്ല, നല്ല സ്വീറ്റായിരിക്കും അത് ഇടുമ്പോൾ. പിന്നെ ഞാൻ 2 ഡേറ്റ്സ്, അത് ഞാനൊന്ന് ദാണ്ട് ചെറുതായിട്ടൊന്ന് കുതിർത്ത് മുറിച്ചിട്ടേക്കുന്നത്. ഇനി ദാണ്ട് ലാസ്റ്റ് ഇത്രയും ബദാം പരിപ്പ്, അതായത് ഒരു 8-10 ബദാം പരിപ്പോളം ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിക്കാം, മിക്സിയിൽ അടിക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പാലൂടെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് മൊത്തം കൂടെ ആകുമ്പോൾ അരഞ്ഞു വരത്തില്ല എളുപ്പം. മൊത്തം പാലം ഒഴിച്ച് കഴിഞ്ഞ് ഓക്കെ. ഇനി നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയായി കണ്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണ്ടേ, ഞാൻ കാഷ്നട്ട്സ് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. കാഷ്നട്ട് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുമ്പം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അത് ഇച്ചിരി കടിക്കാനൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ജ്യൂസ് എല്ലാം, നമ്മുടെ ഷേക്ക് എല്ലാം റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാർണിഷ് ചെയ്തിരിക്കുന്ന കാഷ്നട്ട്സ് അല്ലേ ഗാർണിഷ് ചെയ്തിരിക്കുന്നത്, നല്ല ടേസ്റ്റാണ് അപ്പോൾ കുടിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചൂട സമയത്ത് ഇതെല്ലാം ഒരേ ഗ്ലാസ് ദിവസം ഉണ്ടാക്കി കുടിക്കണം. 1-2 ഗ്ലാസ് കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. തികച്ചും നാച്ചുറൽ അല്ലേ, ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതാണ്. പിന്നെ ഇത് ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നില്ല കേട്ടോ. ഐസ് ക്യൂബ്സ് കൂടി ഇടാമെങ്കിൽ കുറച്ചുകൂടെ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കുടിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.